റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാസപ്പിറവി കണ്ടതായി വിവിധ ഖാസിമാർ. ഇസ്ലാം മതവിശ്വാസികൾ വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനാണ് പത്രിക സമർപ്പിച്ചത്. BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച് B ഗോപാലകൃഷ്ണനും A നാഗേഷും. CPIയിൽ നിന്ന് പുറത്താക്കിയ CC മുകുന്ദൻ നാട്ടികയിൽ BJP സ്ഥാനാർത്ഥി. കൊള്ളയടിക്കാനും തമ്മിലടിക്കാനുമാണ് UDFന് അധികാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. LDF തമ്മിലടിക്കുന്ന മുന്നണിയല്ലെന്നും PK ബിജു. പാചകവാതക പ്രതിസന്ധി ജില്ലയിൽ രൂക്ഷം. 80% ഹോട്ടലുകൾ അടച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ഹോട്ടൽ ഉടമകൾ. പാലിയേക്കര മടവാക്കരയിൽ LPG പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പൂർണ്ണമായി അടയ്ക്കാൻ ശ്രമം തുടരുന്നു. പാചകവാതക വിതരണം പുനരാരംഭിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് അധികൃതർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രേവതി വിളക്ക് തെളിയും. കാവതി കണ്ടൽ ശനിയാഴ്ച. വാർത്തകളിലേക്ക് വിശദമായി. ഇസ്ലാം മതവിശ്വാസികൾ വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. മാസപ്പിറവി കണ്ടതായി വിവിധ ഖാസിമാർ അറിയിച്ചു. 29 ദിവസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിനൊടുവിലാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കടുത്ത ചൂടുകാലത്തിലൂടെയാണ് ഇത്തവണ റംസാൻ കടന്നുപോയത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞും പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങൾ ചെയ്തും വിശ്വാസി സമൂഹം റംസാൻ മാസം ആഘോഷമാക്കിയിരുന്നു. മതസൗഹാർദ്ദവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന സമൂഹ നോമ്പുതുറകളും ഇഫ്താർ മീറ്റുകളും റംസാൻ മാസത്തിന് മാറ്റുകൂട്ടി. പള്ളികളിൽ വെള്ളിയാഴ്ച രാവിലെ പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കും. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലയിലെ ആദ്യ പത്രികാ സമർപ്പണമാണ് പ്രതാപന്റേത്. അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ മണലൂർ നിയോജക മണ്ഡലത്തിലെ വരണാധികാരിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുമായ S ശ്യാമലക്ഷ്മിക്ക് മുൻപാകെയാണ് TN പ്രതാപൻ പത്രിക നൽകിയത്. 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ള UDF നേതാക്കളും പ്രതാപനോടൊപ്പം ഉണ്ടായിരുന്നു. പത്രിക സമർപ്പിച്ച് പുറത്തിറങ്ങിയ TN പ്രതാപന് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണവള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചെലവിലേക്കായി നൽകി. മണലൂരിൽ ഇത്തവണ 100% വിജയപ്രതീക്ഷയുണ്ടെന്ന് പ്രതാപൻ പറഞ്ഞു. 100% ഉറപ്പ്. മണലൂരിൽ യാതൊരു സംശയവും വേണ്ട. ഈ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് കഴിഞ്ഞ 2 തവണ മണലൂർ നഷ്ടപ്പെട്ടത്. മണലൂർ കോൺഗ്രസിൻ്റെ UDFിൻ്റെ മണ്ഡലമാണ്. ഇത്തവണ ഒരു പോസിറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിനാണ് മണലൂർ. നോ നെഗറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിൻ, ഫുൾ പോസിറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിനാണ്. എന്തായിരിക്കും ഞങ്ങളുടെ എയിം? ഞങ്ങളെ എയിം 23-ാം തീയതി UDFിൻ്റെ ഇലക്ഷൻ കൺവെൻഷനിൽ ഞങ്ങളെ എയിം പ്രഖ്യാപിക്കും. മണലൂരിന് വേണ്ടി കൃത്യമായും ചില ഗ്യാരണ്ടി ഞങ്ങൾ ജനങ്ങൾക്ക് നൽകും. ആ ഗ്യാരണ്ടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പെരിങ്ങാട് പുഴയിലെ കണ്ടൽക്കാടുകളെ സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച നടപടി റദ്ദാക്കി അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് ആദ്യ പരിഗണനയെന്ന് പ്രതാപൻ പറഞ്ഞു. പെരിങ്ങാട് പുഴയോരം കണ്ടൽ വനങ്ങളായി ഈ പ്രഖ്യാപിച്ചത് ആ ഉത്തരവ് ഞങ്ങൾ റദ്ദാക്കിക്കും. അത് പുഴയായി അവിടെ നടത്തും. ജനങ്ങളുടെ ജീവിതത്തിന് വീട് വെക്കാൻ, താമസിക്കാൻ, മീൻ പിടിക്കാൻ, അവർക്ക് ഉപജീവനത്തിന് വേണ്ടി മാർഗമുണ്ടാക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ആ ഉത്തരവ് ഞങ്ങൾ റദ്ദാക്കിക്കും. അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും കൊടുക്കും. ഇതുപോലെ ഏനാമാക്കൽ റെഗുലേറ്ററിൻ്റെ പ്രശ്നം, നെൽകൃഷിക്കാരുടെ പ്രശ്നം, ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കും. ഏനാമാവ് റെഗുലേറ്റർ പ്രശ്നവും നെൽകൃഷിക്കാരുടെ പ്രശ്നവും ഏറ്റെടുക്കുമെന്നും മണലൂരിന് വേണ്ടി പ്രത്യേകമായ ചില ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകുമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥിയായി ശിവൻ വീട്ടിക്കുന്നിനെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. UDF സ്വതന്ത്രനായാകും മത്സരിക്കുക. കോൺഗ്രസും ലീഗും ചേലക്കരയും കോങ്ങാടും വെച്ചുമാറുകയായിരുന്നു. മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റും 2 തവണ കൊണ്ടാഴി പഞ്ചായത്ത് അംഗവുമായിരുന്നു ശിവൻ വീട്ടിക്കുന്ന്. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്.
BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച് ബി ഗോപാലകൃഷ്ണനും എ നാഗേഷും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ബി ഗോപാലകൃഷ്ണന് സീറ്റില്ലാതിരുന്നത് അസംതൃപ്തിക്കിടയാക്കിയിരുന്നു. ബി ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അസംതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. നേരത്തെ കൊടുങ്ങല്ലൂരിൽ സീറ്റുറപ്പിച്ച ഗോപാലകൃഷ്ണൻ പ്രചരണം ആരംഭിച്ചിരുന്നു. എന്നാൽ കൊടുങ്ങല്ലൂർ 2020 നൽകുകയും വർഗീസ് ജോർജ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഗുരുവായൂരിലാണ് ബി ഗോപാലകൃഷ്ണൻ സീറ്റുറപ്പിച്ചത്. CPI പുറത്താക്കിയ CC മുകുന്ദൻ നാട്ടികയിൽ NDA സ്ഥാനാർത്ഥിയായി. പുതുക്കാട് എ നാഗേഷ്, ഒല്ലൂർ ബിജോയ് തോമസ്, വടക്കാഞ്ചേരി ഉല്ലാസ് ബാബു എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. കൊള്ളയടിക്കാനും തമ്മിലടിക്കാനുമാണ് UDFന് അധികാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. LDF തൃശൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തമ്മിലടിക്കുന്ന മുന്നണിയല്ല LDF. നാടിനെ മുന്നോട്ട് നയിക്കാനാണ് LDFന് ഭരണമെന്ന് കഴിഞ്ഞ 2 പിണറായി സർക്കാരുകളും തെളിയിച്ചു. എന്നാൽ UDFന് ഒരു മുദ്രാവാക്യം പോലുമില്ല. പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞവരെ ജനം എങ്ങനെ കൈപിടിച്ച് അധികാരമേൽപ്പിക്കുമെന്നും ബിജു ചോദിച്ചു. CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ, MLA P ബാലചന്ദ്രൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, വിവിധ ഘടകകക്ഷി നേതാക്കളായ ജെയ്സൺ മാണി, പ്രിജു ആന്റണി, CR വത്സൻ, ജെയിംസ് മുട്ടിക്കൽ, കോർപ്പറേഷൻ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമായതോടെ ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു. LPG ക്ഷാമം രൂക്ഷമായതോടെ ഭൂരിപക്ഷം ഹോട്ടലുകളും അടച്ചു. നിരവധി ഹോട്ടലുകൾ പൂർണ്ണമായും ചിലത് ഭാഗികമായി അടച്ചതോടെ ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ചില ഹോട്ടലുകൾ സ്ഥിരം കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടാതിരിക്കാനും ജീവനക്കാരെ നിലനിർത്താനുമായി വിറകടുപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതിനുള്ള സൗകര്യം മിക്ക ഹോട്ടലുകളിലും ഇല്ലാത്തതിനാൽ പുറമെ നിന്ന് വിറകടുപ്പിൽ ഭക്ഷണം പാകം ചെയ്ത് ഹോട്ടലിൽ എത്തിക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് അന്നപൂർണ ഹോട്ടൽ ഉടമ രവി പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പേരിന് മാത്രം നടത്തി കൊണ്ടുപോകുന്നതാണ്. എന്താ കാരണം വെച്ചാൽ അടച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന നമ്മുടെ കച്ചവടത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ വിയ്യൂർ പോയി അവിടെ നിന്ന് ഒരു ചെറിയ വീട് എടുത്ത് അവിടെ നിന്ന് വെച്ച് ഫുഡ് വെച്ച് ഞങ്ങൾ കൊണ്ടുവരണങ്ങട് കച്ചവടം പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം. ഇതിന് ലാഭം മറ്റുള്ളതൊന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. അതും പിന്നെ വിലയുടെ കാര്യങ്ങൾ, പിന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അടുപ്പിക്കുന്നില്ല. 3000 രൂപയ്ക്ക് കിട്ടും, അവിടെ കിട്ടും, ഇവിടെ കിട്ടും എന്നൊക്കെ പറയും. ഒരു കുറ്റിയൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു ഞങ്ങൾക്ക് ചെറുതായ കച്ചവടങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കച്ചവടം നടക്കും. അതിന് വരെ ഒരു ഗ്യാപ്പില്ലാത്തൊരു ഇതാണ്. എല്ലാ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ 3-5 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉള്ളവരാണ്. അവരുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം നടന്നു പോവുക എന്ന് മാത്രം ഒരു ഇതിനു വേണ്ടി മാത്രം നടത്തി കൊണ്ടുപോകുന്നൊരു ഐറ്റംസ് എല്ലാം കുറച്ചു. ഇപ്പോൾ ദോശയില്ല, അതേപോലെ വലിയ കല്ല് ചൂട്ടിട്ടുള്ള ഒരു പ്രശ്നം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. ചോറ് ബിരിയാണിയും വെച്ച് കൊണ്ടുവരണം ഇപ്പോൾ, സാമ്പാർ ഐറ്റങ്ങളും കറികളും കൂടിയിട്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇപ്പോൾ. കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ശ്രമം തുടരുന്നു. ചോർച്ചയടച്ച് വാതക വിതരണം പുനരാരംഭിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് അധികൃതർ പറയുന്നത്. ആരെയും സംഭവസ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാതെ കനത്ത ജാഗ്രതയിലാണ് ചോർച്ച അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നെല്ലായി മുതൽ മരത്താക്കര വരെയുള്ള 12 കിലോമീറ്റർ ഭാഗത്തെ പൈപ്പ് ലൈൻ ഇരുവശത്തും അടച്ച് വാതകം മാറ്റുന്നതിനായിരുന്നു ശ്രമം. എന്നാൽ വാതകം ചോർന്നു തീരാൻ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന സാഹചര്യത്തിൽ പൈപ്പിലെ ഗ്യാസ് പാലക്കാട് ഭാഗത്തേക്ക് തള്ളി നീക്കിയതിനു ശേഷം ചോർച്ച പരിഹരിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി കോഴിക്കോട് നിന്ന് യന്ത്രസാമഗ്രികൾ എത്തിച്ചാണ് ഗ്യാസ് നീക്കാൻ തുടങ്ങിയത്. നെല്ലായി വയലൂരിലെ വാൽവ് തുറന്ന് ഉയർന്ന മർദ്ദത്തിൽ വെള്ളം പമ്പ് ചെയ്താണ് വാതകം നീക്കുന്നത്. ഈ ഭാഗത്ത് 5 ലക്ഷം ലിറ്റർ LPG ഗ്യാസ് പൈപ്പിലുണ്ടെന്നായിരുന്നു കണക്ക്. മരത്താക്കര പുഴമ്പള്ളത്തെ വാൽവിലൂടെ പാലക്കാട് ഭാഗത്തേക്ക് തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. KSPPL പൈപ്പ് ലൈനിൽ ചോർച്ച സംഭവിച്ചതോടെ കൊച്ചി സേലം പൈപ്പ് ലൈനിലൂടെയുള്ള പാചകവാതക വിതരണം നിലച്ചിരിക്കുകയാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പെട്രോൾ പൈപ്പ് ലൈനിൽ പണിക്കെത്തിയ തൊഴിലാളികൾ 8 മീറ്റർ അപ്പുറമുള്ള KSPPL കമ്പനിയുടെ ഗ്യാസ് പൈപ്പ് ലൈനിൽ ഡ്രില്ല് ഉപയോഗിച്ച് തുളച്ചതാണ് ചോർച്ചക്കിടയാക്കിയത്. TCV ന്യൂസ്, പുതുക്കാട്. പാലിയേക്കരയിൽ ചോർന്നുപോയത് 63,000 സിലിണ്ടറിലേക്കുള്ള പാചകവാതകം. പൈപ്പ് ലൈനിന്റെ ചോർച്ചയടയ്ക്കാൻ 3 ദിവസം വേണം. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പെട്രോൾ പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ KSPPL കമ്പനിയുടെ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ സംഭവത്തിൽ നഷ്ടമായത് 60,000 സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിനുള്ള പാചകവാതകമെന്ന് കണക്ക്. കൊച്ചി സേലം പൈപ്പ് ലൈനിൽ 1 അടി വ്യാസമുള്ള പൈപ്പിന്റെ 12 കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് ചോർച്ച ഉണ്ടായത്. ഈ സമയം 900 ടൺ പാചകവാതകം പൈപ്പിലുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. പൈപ്പ് ലൈനിൽ നെല്ലായിയിലും മരത്താക്കരയിലുമുള്ള വാൽവുകൾ അടച്ച ശേഷം ഈ ഭാഗത്തെ ഗ്യാസ് നീക്കം ചെയ്ത് വെള്ളം നിറച്ച് പമ്പു ചെയ്ത് വൃത്തിയാക്കിയ ശേഷം വേണം ചോർച്ച അടയ്ക്കാൻ. ഇതിന് കുറഞ്ഞത് 3 ദിവസത്തെ പണിയുണ്ടാകും.
ഈ സമയം അത്രയും ചോർച്ചയിലൂടെ പുറത്തുപോകുന്ന ഗ്യാസ് വെള്ളം പമ്പ് ചെയ്ത് ശക്തി കുറച്ചുകൊണ്ടിരിക്കുകയും വേണം. ബുധനാഴ്ച വൈകിട്ട് 6 വരെ പുതുക്കാട് അഗ്നിരക്ഷാസേന 6 യൂണിറ്റ് വെള്ളം ഇതിനായി ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പിന്റെ ചോർച്ചയുള്ള ഭാഗത്ത് പുറത്തേക്ക് വരുന്ന വാതകവും വെള്ളവുമായി ചേർന്ന് ഐസ് രൂപപ്പെടുന്നത് ചോർച്ച കുറയാൻ സഹായിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. BPCL അധികൃതർ നിർദ്ദേശിച്ച സ്ഥലത്ത് ഡ്രിൽ ഉപയോഗിച്ച് തുളച്ചതോടെയാണ് ചോർച്ചയ്ക്കിടയാക്കിയത്. തുളയിൽ ഡ്രില്ലിന്റെ കൂർത്ത ഭാഗം ഒടിഞ്ഞിരിപ്പുണ്ടെന്നാണ് സ്ഥലത്തെത്തിയ KSPPL അധികൃതർ പറയുന്നത്. പെട്രോളിയം അധികൃതർ തെറ്റായി ലൊക്കേഷൻ അടയാളപ്പെടുത്തിയതാണ് പൈപ്പ് മാറി തുളയ്ക്കാൻ കാരണമെന്നും KSPPL അധികൃതർ പറഞ്ഞു. നിലവിൽ 8 മീറ്റർ താഴ്ചയിലാണ് KSPPLന്റെ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. മണലിപ്പുഴയിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ ആദ്യം മണ്ണിടിച്ചിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾ 2-3 ദിവസങ്ങൾ നീളുമെന്ന് ഉറപ്പാണ്. TCV ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രേവതി വിളക്ക് തെളിയും. വൈകിട്ട് ദീപാരാധന വേളയിൽ ക്ഷേത്രത്തിലെ ദീപസ്തംഭങ്ങളിലും കൽവിളക്കുകളിലും മൺചരാതുകളിലും സഹസ്രദീപങ്ങൾ തെളിയുന്നതോടെ ഭക്തസഹസ്രങ്ങളുടെ ആവേശം പാരമ്യതയിലെത്തും. രേവതി വിളക്ക് ദർശിച്ച് സായുജ്യമടയാൻ ചെമ്പട്ടൊടുത്ത കോമരങ്ങളും 10,000-കണക്കിന് ഭക്തരും ക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ്. 21-നാണ് അശ്വതി കാവുതീണ്ടൽ, 22-നാണ് ഭരണിയാഘോഷം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കയ്പമംഗലം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജ് എടത്തുരുത്തി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. എടത്തുരുത്തി ചൂലൂർ സെന്ററിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. എടത്തുരുത്തി പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവ സന്ദർശിച്ചു. നേതാക്കളായ VK ജ്യോതി പ്രകാശ്, AV സതീഷ്, PK ഷാജു, ശ്രീദേവി ദിനേശ്, നവമി പ്രസാദ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. നാട്ടിക നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ പഞ്ചായത്ത് തല പ്രചരണം ആരംഭിച്ചു. അന്തിക്കാട് സെന്ററിലെത്തിയ CC മുകുന്ദൻ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടും ഓട്ടോ തൊഴിലാളികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. നേതാക്കളായ EP ഹരീഷ്, EP ജാൻസി, റിനി കൃഷ്ണപ്രസാദ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ പാർട്ടികളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. തൃശൂരിൽ BJP നേതാവ് ഉൾപ്പെടെ ഒരു കൂട്ടം ആളുകൾ CPM-ലേക്ക്. BJP മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായിരുന്ന പെപ്പിൻ ജോർജ് ഉൾപ്പെടെയുള്ളവരാണ് CPM-ലേക്ക് ചുവടുമാറുന്നത്. പാർട്ടിയിൽ നിന്നുള്ള അവഗണനയാണ് പെപ്പിനെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത്. നിലവിലെ പാർട്ടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനം മാസങ്ങൾക്ക് മുൻപേ രാജിവെച്ചിട്ടും നേതാക്കൾ ഇന്നേവരെ അന്വേഷിക്കുക പോലും ചെയ്തില്ലെന്ന് പെപ്പിൻ പറഞ്ഞു. BJP ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള പെപ്പിൻ തൃശൂർ കോർപ്പറേഷനിലേക്കും 2 തവണ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും തെരഞ്ഞെടുപ്പിൽ BJPക്കായി മത്സരിച്ചിട്ടുണ്ട്. പെപ്പിന് പുറമെ മറ്റു പാർട്ടികളിൽ നിന്നടക്കം നിരവധി പേർ CPM-ലേക്ക് എത്തുന്നുണ്ട്. ഇവരെ ഞായറാഴ്ച മുളങ്ങുന്നത്താവിൽ നടക്കുന്ന പരിപാടിയിൽ പാർട്ടി ഔദ്യോഗികമായി സ്വീകരിക്കും. മണലൂർ നിയോജക മണ്ഡലത്തിൽ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വിങ്കടങ്ങിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ നിർവഹിച്ചു. നിയോജകമണ്ഡലം കൺവീനർ പ്രവീൺ പറങ്ങനാട്ട് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ, BDJS നിയോജകമണ്ഡലം പ്രസിഡന്റ് സുധീർ G പൊന്നരശ്ശേരി, സേവ്യൻ പള്ളത്ത്, KS ധനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
കുന്നംകുളം മണ്ഡലത്തിലെ BDJS സ്ഥാനാർത്ഥി KR രജിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പ്രചരണം ആരംഭിച്ചത്. തുടർന്ന് മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ചു. ആരാധനാലയങ്ങളിലും സ്ഥാപനങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. BJP സംസ്ഥാന സമിതി അംഗം PV ചന്ദ്രശേഖരൻ, BDJS ജില്ലാ സെക്രട്ടറി ശശികുമാർ മാങ്ങാടൻ, CB ശ്രീഹരി, രജീഷ് ഐനൂർ, ശോഭന കുന്നത്ത് തുടങ്ങിയവരുമൊപ്പം ഉണ്ടായിരുന്നു. ഒല്ലൂർ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോണി ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു. UDF ഒല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്, മുൻ MLA MP വിൻസെന്റ്, കോൺഗ്രസ് നേതാക്കളായ ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, ഒല്ലൂക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൻ വർഗീസ്, കൺവീനർ ജോസഫ് കാരക്കട, KN വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണക്കാരായിട്ടുള്ള മലയോര മേഖലയിൽ സ്നേഹം മാത്രം കൈമുതലായിട്ടുള്ള ഒല്ലൂരിന്റെ ആത്മാവ്. കുന്നംകുളം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പ്രചരണാർത്ഥം വട്ടമ്പാടം മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം സ്ഥാനാർത്ഥി AC മൊയ്തീൻ നിർവഹിച്ചു. കൗൺസിലർ NA ഷനോഫ് അധ്യക്ഷത വഹിച്ചു. LDF നിയോജകമണ്ഡലം സെക്രട്ടറി MN സത്യൻ, അർബൻ ബാങ്ക് പ്രസിഡന്റ് KA അസീസ്, ലോക്കൽ സെക്രട്ടറി GK ജിന്നി, ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ്, കൗൺസിലർ രുദ്ര രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ബിജു S ചിറയത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മെയിൻ റോഡിലെ ഊക്കൻ സ്ക്വയറിന് സമീപം തുടങ്ങിയ ഓഫീസ് മുൻ MLA BD ദേവസി ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ, സ്ഥാനാർത്ഥി ബിജു ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. UDF കുന്നംകുളം നിയോജകമണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥി PT അജയ് മോഹൻ. കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ എരുമപ്പെട്ടിൽ പ്രചരണം ആരംഭിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ UDF കളത്തിലിറങ്ങിയിരിക്കുകയാണെന്നും കുന്നംകുളത്തെ LDFിൽ നിന്നും മോചിപ്പിക്കുമെന്നും UDF സ്ഥാനാർത്ഥി പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങൾ, ദേവാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട പര്യടനം നടത്തിയത്. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുരേഷ് മമ്പറമ്പിൽ, അഡ്വക്കേറ്റ് CB രാജു, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മണ്ഡലം പ്രസിഡന്റ് MM നിഷ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നാട്ടിക നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ പൂങ്കുന്നം മുരളി മന്ദിരത്തിലെത്തി ലീഡർ K കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ NS ആയൂബ്, അനിൽ പുള്ളിക്കൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VI ഷൌക്കത്ത് അലി, താന്യം മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തറയൻ തുടങ്ങിയവരൊപ്പമുണ്ടായിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. റംസാൻ വിശേഷങ്ങളുമായി റംസാൻ മുബാറക്. പുണ്യമാസത്തിലെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ കയ്യിൽ മൈലാഞ്ചി ചുവപ്പ് പണിയാനുള്ള തിരക്കിലാണ് മൊഞ്ചത്തിക്കുട്ടികൾ. മാസപ്പിറവി കാണുന്നതോടെ മൈലാഞ്ചി ഇടാനുള്ള തിരക്കിലാണ് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ. എന്തൊക്കെ പെരുന്നാൾ തിരക്കുകൾ ഉണ്ടെങ്കിലും മുതിർന്നവരും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കും. കാരണം മൈലാഞ്ചി ഇട്ടാലാണ് പെരുന്നാളിനൊരു പൂർണ്ണത കിട്ടുള്ളൂ.
പരീക്ഷാ ചൂടും കഠിന വ്രതാനുഷ്ഠാനങ്ങളുടെ ക്ഷീണവും അലട്ടാതെ കൈനിറയെ മൈലാഞ്ചിയിടാനുള്ള തിടുക്കത്തിൽ മാസപ്പിറവി കാത്തിരിക്കുകയാണ് കുഞ്ഞു മുഞ്ചത്തികൾ. പാട്ടുപാടിയും തമാശ പറഞ്ഞും കുട്ടിക്കൂട്ടരോടൊപ്പം മുതിർന്നവരും കൈനീട്ടി മൈലാഞ്ചി മുഞ്ചണിയാൻ ഇരുന്നു കൊടുക്കും. എങ്കിലും പണ്ടത്തെ മൈലാഞ്ചി ഓർമ്മകൾക്ക് ഭംഗിയൊരൽപ്പം കൂടുതലാണ്. അമ്മിയിൽ വെണ്ണ പോലെ അരച്ചെടുക്കുന്ന മൈലാഞ്ചിയുടെ ചേല് ഇന്ന് മിനിറ്റുകൾ കൊണ്ട് ചുവക്കുന്ന മൈലാഞ്ചിക്കില്ല. ഇന്ന് നമ്മൾ അയൽവക്കത്തുള്ള കുട്ടികളും പിന്നെ മറ്റെല്ലാവരും കൂടിയും ഈ മൈലാഞ്ചി പൊട്ടിക്കാൻ പോകും. അപ്പോൾ അത് പൊട്ടിച്ച് എല്ലാവരും കൂടി അതൊരു പാത്രത്തിലാക്കി അമ്മിയിലിട്ട് അരയ്ക്കും. അമ്മിയിലിട്ട് അരച്ച് അതൊരു ഭയങ്കര നല്ല വെണ്ണ പോലെ അറിയണം. അതുപോലെ അങ്ങനെ ആക്കും. ഇന്നിപ്പോൾ ട്യൂബിൽ കിട്ടണേരും അത് ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് ചോക്കും. അത് നമുക്ക് ശരിക്കും മണിക്കൂറുകളോളം ഇടണം. ആ ചോപ്പ് വരാൻ നമ്മൾ ഭയങ്കരമായിട്ട് കൊതിക്കണ ഒരു കാലമാണ്. അന്ന് മൈലാഞ്ചിയില പറിക്കാൻ പോകുന്നത് മുതൽ പിറ്റേന്ന് രാവിലെ കയ്യിലെ മൈലാഞ്ചി ചുവപ്പ് കാണുന്നതുവരെ ആഘോഷവും ആകാംക്ഷയും ഏറെയാണ്. എല്ലാവരും കൂടി വട്ടമിട്ടിരുന്ന് ആ മൈലാഞ്ചി കുട്ടികളും പിന്നെ വലിയവരും കൂടി ഇടും. എന്നിട്ട് പിന്നെ അന്ന് അത് കഴുകി കളയില്ല. അപ്പം എല്ലാവരും എന്ന് വെച്ചാൽ കിടക്കുമ്പോൾ കിടക്കയിലൊന്നും ആരെ കിടത്തൂല. എല്ലാവരും ഇങ്ങനെ പായൊക്കെ വിരിച്ച് തലാനൊക്കെ വളരെ ഇതായിട്ടുണ്ടാവുള്ളൂ. കാരണം അതിങ്ങനെ കറ പോലെ ആവൂലേ. എല്ലാവരും കിടന്ന് രാവിലെ എണീക്കണം ഭയങ്കര ആകാംക്ഷയോട് കൂടിയാണ്. ആരുടെയാണ് ഏറ്റവും കൂടുതൽ ചോന്നേക്കണേ എന്നുള്ള ഭയങ്കര ഒരു ജിജ്ഞാസയോടുകൂടിയായിരിക്കും നേരം വെളുക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും. വ്രതശുദ്ധിയിലും മൈലാഞ്ചി മുഞ്ചിലും സ്നേഹത്തോടെ ഒരു പെരുന്നാളിനെ കൂടി വരവേൽക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. TCVക്ക് വേണ്ടി ക്യാമറമാൻ സിബി പോട്ടൂരിനോടൊപ്പം സൂര്യശങ്കർ നാരായണൻ. ദേശീയപാതയിലെ ചാലക്കുടി പുഴപ്പാലത്തിന്റെ ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഏപ്രിൽ 10 തുടങ്ങും. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അനുമതിക്കായി കത്തയച്ചു. കളക്ടർ അനുമതി നൽകുന്നതിനനുസരിച്ച് വിവരം പോലീസിന് കൈമാറും. 1 മാസം നീളുന്ന പ്രവൃത്തികൾക്ക് മുന്നോടിയായി ഒരുക്കങ്ങളും തുടങ്ങി. പാലത്തിന് താഴെ നിലകെട്ടൽ തുടങ്ങി. മറ്റു പ്രവൃത്തികൾ 2 ദിവസത്തിനകം ആരംഭിക്കും. എറണാകുളം തൃശൂർ ദിശയിലെ പാലത്തിന്റെ 32 ബെയറിങ്ങുകൾക്കാണ് തേയ്മാനം. 6 മാസത്തിലൊരിക്കൽ നടത്തുന്ന സാധാരണ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. 1998 കാലഘട്ടത്തിൽ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഒരു പാലം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. മാസങ്ങൾ നീണ്ട പ്രവൃത്തികൾ മൂലം മധ്യകേരളത്തിൽ വലിയ ഗതാഗതക്കുരുക്കും അനുഭവിച്ചു. കിഴക്ക് ഭാഗത്തെ പാലത്തിലൂടെ ഒറ്റവരിയായി വാഹനങ്ങളെ കടത്തിവിട്ട് ഗതാഗതം നിയന്ത്രിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. തിരുവല്ലോമല പാമ്പാടിയിൽ ഗുണ്ടാ വിളയാട്ടം. വടിവാളുമായി BLOയ്ക്ക് നേരെ കൊലവിളി. പാമ്പാടി കള്ളുഷാപ്പിൽ മദ്യപിക്കാനെത്തിയ കൊല്ലായ്ക്കൽ കുളമ്പ് ഉന്നതിയിൽ രാജേഷാണ് വടിവാളുമായി BLOയ്ക്കെതിരെ ഭീഷണി മുഴക്കിയത്. ഒറ്റപ്പാലം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറും ചേലക്കര മണ്ഡലം 142 ബൂത്ത് BLOയുമായ സുരേഷിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ കഴിഞ്ഞ ദിവസം കട്ടവിരിച്ചതിന് മുകളിലൂടെ വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതാണ് രാജേഷിനെ പ്രകോപിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് പോലീസിൽ പരാതി നൽകി. ഞാൻ വീഡിയോ എടുക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഇൻ്റർലോക്ക് ചെയ്യുകയുണ്ടായി. പണി പൂർത്തിയായത് ഇന്നലെയായിരുന്നു പണി പൂർത്തിയായത്. അപ്പോൾ അത് കേടുവരാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കല്ലെല്ലാം കയറ്റി വെച്ച് വഴി താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തിരുന്നു. അപ്പോൾ കള്ളുഷാപ്പിൽ വരുന്ന ഏറെക്കുറെ പേരും പുറത്ത് വണ്ടി വെച്ചിട്ടാണ് നടന്നു വന്നിരുന്നത്. പക്ഷേ ഒരാൾ അതിന് മുകളിലൂടെ വണ്ടി കയറ്റി വന്നതിന് ഞങ്ങൾ സമീപത്തുള്ള 2-3 പേരും കൂടി ഞങ്ങൾ പോയിട്ട് അതിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അയാൾ വളരെ വളരെ മോശമായ രീതിയിൽ ഞങ്ങളോട് സംസാരിക്കുകയും ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിട്ടാണ് അപ്പം പോയത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത്, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്, നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോയ ആൾ ഞാൻ ഇവിടുത്തെ 142 BLO ആണ്. ഇന്നലെ ഫോം 12D കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് 2-3 വീടുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ അദ്ദേഹം 2-3 ആളെ കൂട്ടി വന്ന് വടിവാളൊക്കെ ആയിട്ട് എന്നെ ശരിയാക്കി തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം വയ്ക്കുകയുണ്ടായി. ഇതിന് മുകളിൽ ഒരുപാട് പേര് വരികയും വാർഡ് മെമ്പറൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അവൻ ഒരു തരത്തിലും അനുനയിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ പോലീസ് വന്നു. 3 പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ നടപ്പാതയിൽ അഭയം തേടിയ യുവതിക്കും മക്കൾക്കും പോലീസിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സ്നേഹത്തണൽ. ഇടുക്കി സ്വദേശിനിയായ 34-കാരിയെയും 6, 8, 9 വയസ്സുള്ള 3 പെൺമക്കളെയുമാണ് അധികൃതർ ഏറ്റെടുത്ത് തൃശൂരിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അഭയം തേടി ഗുരുവായൂരിലെത്തിയ ഇവർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ക്ഷേത്രത്തിന് സമീപത്തെ നടപ്പാതയിലായിരുന്നു അന്തിയുറങ്ങിയിരുന്നത്.
പകൽ ക്ഷേത്രനടയിലെത്തും. ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു ഏക ആശ്രയം. സ്കൂളിൽ പോകേണ്ട പ്രായത്തിലുള്ള കുട്ടികൾ പഠനം മുടങ്ങി തെരുവിൽ കഴിയുന്ന കാഴ്ച കണ്ടുനിന്ന നാട്ടുകാർക്ക് നോവായി. കുട്ടികളുമായി യുവതി ദുരിതമനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ വിവരമറിയിച്ചു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി യുവതിയുമായി സംസാരിച്ചു. തുടർന്ന് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ തൃശൂരിലെ സർക്കാർ അംഗീകൃത അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. പഠനം മുടങ്ങിയ കുട്ടികളെ വീണ്ടും വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിനും യുവതിക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യോസേഫ് പിതാവിന്റെ മരണ തിരുനാൾ ആചരിച്ചു. ദിവ്യബലിക്ക് ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് ചെർപ്പണത്ത് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ലിവിൻ ചൂണ്ടൽ സഹകാർമ്മികനായി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ നേതൃത്വം നൽകി. അരണാട്ടുകര ടാഗോർ ഹാൾ നിർമ്മാണത്തിലെ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തൃശൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടാഗോർ ഹാളിലേക്ക് പ്രതിഷേധ മാർച്ചും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. അരണാട്ടുകര ടാഗോർ ഹാൾ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക, കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തുക, ടാഗോർ ഹാൾ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അരണാട്ടുകര ഡിവിഷൻ കൗൺസിലർ വിബിത വാസു, മണ്ഡലം പ്രസിഡന്റ് ടോം, ഡിവിഷൻ പ്രസിഡന്റ് ജഗദീഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് ഡേവി വളപ്പില തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി തോപ്പിൻമൂലയിൽ ടാഗോർ ഹാൾ നിർമ്മാണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തെരുവ് നാടകവും അരങ്ങേറി. തുടർന്ന് ടാഗോർ ഹാളിലേക്ക് പ്രകടനം നടത്തിയ പ്രവർത്തകർ കൗൺസിലറുടെ നേതൃത്വത്തിൽ ടാഗോർ ഹാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മോട്ടോർ ഉപയോഗിച്ച് നീക്കം ചെയ്തു. പഴയ ജയിൽ ഭൂമി സംബന്ധിച്ച് ഇരിങ്ങാലക്കുട നഗരസഭ കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ അവതരിപ്പിച്ച പ്രമേയത്തെ ചൊല്ലി തർക്കം. രേഖകൾ പരിശോധിച്ച ശേഷം കൂടൽമാണിക്യം ദേവസ്വത്തിന് ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് ചെയർമാൻ MP ജാക്സൺ അവതരിപ്പിച്ചത്. പ്രമേയം ഏകകണ്ഠമായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും വിയോജിപ്പ് അറിയിച്ച് LDF കൗൺസിലർമാർ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. രേഖകൾ ദേവസ്വത്തിന്റെ കൈവശമില്ലാത്തതുമൂലമാണ് സ്ഥലത്ത് പോലീസ് കൺട്രോൾ റൂം പണിയാൻ സർക്കാർ അനുമതി നൽകിയതെന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ യോഗത്തിൽ അറിയിച്ചു. പ്രമേയത്തെ BJP കൗൺസിലർമാർ അനുകൂലിച്ചു. ഭൂമിയെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ MP ജാക്സൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. R ശങ്കർ ഫോറം ജില്ലാ പ്രവർത്തക യോഗം തൃശൂരിൽ ചേർന്നു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MK രമേശ് അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ, ഫോറം സംസ്ഥാന പ്രസിഡന്റ് TR രഞ്ജു, ജനറൽ സെക്രട്ടറി AV സജീവ്, ജിതേഷ് ബൽറാം, സതീഷ് വിമലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,925 രൂപ, പവന് 1,11,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാസപ്പിറവി കണ്ടതായി വിവിധ ഖാസിമാർ. ഇസ്ലാം മതവിശ്വാസികൾ വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനാണ് പത്രിക സമർപ്പിച്ചത്. BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച് B ഗോപാലകൃഷ്ണനും A നാഗേഷും. CPIയിൽ നിന്ന് പുറത്താക്കിയ CC മുകുന്ദൻ നാട്ടികയിൽ BJP സ്ഥാനാർത്ഥി.
കൊള്ളയടിക്കാനും തമ്മിലടിക്കാനുമാണ് UDF-ന് അധികാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. LDF തമ്മിലടിക്കുന്ന മുന്നണിയല്ലെന്നും PK ബിജു. പാചകവാതക പ്രതിസന്ധി ജില്ലയിൽ രൂക്ഷം. 80% ഹോട്ടലുകൾ അടച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ഹോട്ടൽ ഉടമകൾ. പാലിയേക്കര മടവാക്കരയിൽ LPG പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പൂർണ്ണമായി അടയ്ക്കാൻ ശ്രമം തുടരുന്നു. പാചകവാതക വിതരണം പുനരാരംഭിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് അധികൃതർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രേവതി വിളക്ക് തെളിയും. കാവതികണ്ടൽ ശനിയാഴ്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.